ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ കുട്ടിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് ഉണ്ടാക്കാൻ പോവാണേ. എപ്പോഴും മക്കൾക്ക് ലഞ്ച് കൊടുത്തു വിടുമ്പം നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം, ഹെൽത്തി ആയിരിക്കണം, എന്നാൽ ടേസ്റ്റി ആയിരിക്കണം, എന്നാലല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തു വിടുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊടുത്തു വിടുന്ന കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ കുറച്ചൊരു 1/4 1/4 ഒക്കെ എടുക്കാറുള്ളൂ. വളരെ ചെറിയൊരു ബീട്രൂട്ടാണ്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്താൽ മതി. കുട്ടികൾക്ക് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി ആ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം ഒട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. ഇനി നിങ്ങളിൽ ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റും ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക. ക്യാരറ്റും ബീട്രൂട്ടും വേവിച്ചല്ല കേട്ടോ, പച്ചയ്ക്ക് തന്നെയാണ് ഇടുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് നേരത്തെ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കാം. ഇനി ഇതിനകത്തേക്കൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഗോതമ്പ് പൊടിയുടെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. മിക്സ് ചെയ്ത് നോക്കുമ്പം ഒത്തിരി ലൂസായി പോയി അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇതാദ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം വേണ്ടി വരത്തില്ല, കാരണം ഉരുളക്കിഴങ്ങും വേറെ വെജിറ്റബിൾസും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഈർപ്പം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെള്ളമേ യൂസ് ചെയ്തിട്ടുള്ളേ. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. നോക്കിയിട്ട് കുറച്ചായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ലൂസായി പോയാൽ നമുക്കത് പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാവ് നല്ല പോലെ കുഴച്ച് സാധാരണ ഒരു ചപ്പാത്തി മാവിൻ്റെ രീതിയിൽ എടുക്കണം. ഇനി ഇത് കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. കറി ഉണ്ടാക്കി വരുമ്പോഴേക്കും റെഡിയാവും. ഈ ചപ്പാത്തിക്ക് ശരിക്കും കറി വേണമെന്നില്ല, വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ മോൾക്ക് കറി എന്തെങ്കിലും വേണം. പിന്നെ ഞാനൊരു സോയ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സവോളം, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഒന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 1/4 കപ്പ് സോയ ഇന്നലെ രാത്രി തന്നെ ഞാൻ വേവിച്ച് വെച്ചിരുന്നു, കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സമയം എടുക്കാതെ പെട്ടെന്ന് കറിയാക്കി എടുക്കാം. പിന്നെ ചെറിയ സൈസിലുള്ള സോയയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് മസാലപ്പൊടികൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പൊടികളുടെ ഒരു പച്ചപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന സോയ ഇടാം. വലിയ സൈസിലുള്ള സോയ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം, എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. നമ്മൾ അധികം വെള്ളം ഒഴിക്കാതെയാണ് ഇത് വേവിക്കുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. തക്കാളി ആയാലും മതി, പക്ഷെ സോസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഒരു റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുളിപ്പും കൂടെയൊക്കെ വരുമ്പോൾ നല്ലതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് മാക്സിമം അത്രയും മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് ചെറിയ തീയിലിട്ട് തന്നെ വേവിക്കണം. റോസ്റ്റ് പോലെ ആക്കി എടുക്കാം. ഞാനിത് ചെറിയ ബർണറിലോട്ട് മാറ്റി വെച്ചു. ചപ്പാത്തി മാവ് നമ്മൾ കുഴച്ച് വെച്ചത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ മാവ്. ആ വെജിറ്റബിൾസിൻ്റെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർത്തിട്ടില്ലേ, അതിൻ്റെ ഒരു ഈർപ്പവും കൂടി വരും. ഞാനെപ്പോഴും ഇത് കുറച്ച് ചെറിയ സൈസിലുള്ള ചപ്പാത്തി ആയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. തീരെ ചെറുതല്ല, ഒരു മീഡിയം സൈസ് എന്ന് പറയാം. കാരണം ഒത്തിരി വലിപ്പത്തിന് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായതുകൊണ്ട് നല്ല തിന്നായിട്ട് വലിപ്പത്തിൽ പരത്തുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഗോതമ്പ് മാവ് ഇട്ടിട്ട് നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ, ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട്. സാധാരണ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് കുട്ടികൾ കഴിക്കാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കട്ടിയായിപ്പോവും. അപ്പോൾ ഇതിനങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ നല്ല ഹെൽത്തിയും ആണല്ലോ, നമ്മൾ 3 വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട്. സാധാരണ ചപ്പാത്തി ചുടുന്ന സമയം എടുക്കുള്ളൂ. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നല്ല നൈസായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇടാറുണ്ട്, നെയ്യ് തേക്കാറുണ്ട്. നല്ല കളർഫുൾ മിക്സഡ് വെജിറ്റബിൾ ചപ്പാത്തി റെഡി. ടേസ്റ്റിയുമാണ്, അതുപോലെ ഹെൽത്തിയുമാണ് കേട്ടോ.
ഏകദേശം ഒരു 6-7 ചപ്പാത്തി ഈ ഒരു സൈസിലുള്ളത് ഇത്രയും മാവ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. സോയ നമ്മളിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. അതെ, ഈ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ആ ഒരു സോയ റോസ്റ്റും. കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ നല്ലപോലെ തന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ, പെട്ടെന്നാവും. കറി ഉണ്ടാക്കാൻ മാത്രമായിരിക്കും കുറച്ച് സമയം എടുക്കുന്നത്. അത് തലേദിവസം തന്നെ സോയൊക്കെ ഒന്ന് വേവിച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും എളുപ്പത്തിൽ നടക്കും. ചപ്പാത്തി മാത്രമാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തി ഞാൻ പറഞ്ഞ പോലെ കറി ഇല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സ്നാക്കിന് ഇന്ന് കുറച്ച് പോമഗ്രാനൈറ്റ് വെച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലെന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.